ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് B6 DO വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ആവുള്ളതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി പോയി നോക്കി വഴിയിൽ കിടന്ന് പെട്ടുപോയ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പോയി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി ഓക്കെ ആയിരുന്നു, വണ്ടി സ്റ്റാർട്ടായിട്ട് പോകുന്നായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഈ മോഡൽ വണ്ടികളിൽ വന്ന കോമൺ ആയിട്ട് വന്നൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ HT കോയിൽ, ഹൈ ടെൻഷൻ കോയിൽ എന്ന് പറയും, പ്ലഗിലേക്ക് പോകുന്നത് ഈ ഒരു കോയിൽ. ആ കോയിലിൻ്റെ കംപ്ലയിൻ്റാണ് മെയിനായിട്ട് സാധാരണ കാണിക്കാറ്. പിന്നെ അത് കൂടാതെ നമുക്കിതിപ്പോൾ ഏകദേശം ഒരു 30,000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്, 29,000 ചില കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇത് പെട്രോൾ ഫിൽറ്ററാണ്. പെട്രോൾ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഫ്യൂൽ പമ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ ഫ്യൂൽ പമ്പിൽ വന്ന ഫുൾ പമ്പ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ട് വേണം അത് ക്ലീൻ ചെയ്ത് ഈ ഫിൽറ്റർ മാറ്റാനായിട്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈ ടെൻഷൻ കോയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോയിൽ അസംബ്ലി, അത് കോമൺ ആയിട്ട് ഒട്ടുമിക്ക വണ്ടികളിലും കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തേക്കൂടെ മാറ്റിയിട്ടുണ്ട്. ഈ ഇരിക്കണം കേട്ടോ കോയിൽ അസംബ്ലി മാറ്റി. പ്ലഗ് നമ്മൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കംപ്ലയിൻറ്റ് വന്നിട്ട് മാറ്റിയിട്ടായിരുന്നതാണ്. അപ്പോൾ പ്ലഗ് നമ്മൾ അത് തന്നെ യൂസ് ചെയ്താണ്. ഈ കോയിൽ അസംബ്ലിയും ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്ററും നമ്മളിപ്പോൾ മാറ്റിയാണ് കേട്ടോ. ഇത് നിലവിൽ നമ്മുടെ ഈ വണ്ടിക്ക് കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്കറിയില്ല. നിലവിൽ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. കാരണം നിലവിൽ നമുക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടുകയും നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ ഇന്ന പാർട്സിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് അത് ആ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറ്റിയാലാണ് 100% നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഇന്നൊരു ഐറ്റത്തിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ആ പ്രോബ്ലം വന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു കൊണ്ടുവന്ന വണ്ടിയാണ്. യാതൊരുവിധ പ്രോബ്ലംസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്. സാധാരണ ഫ്യൂൽ ഇഞ്ചക്ഷൻ മോഡൽ വണ്ടി, അതായത് FI മോഡൽ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വാണിംഗ് ലാമ്പ് തെളിഞ്ഞ് വരും. വാണിംഗ് ലാമ്പ് തെളിഞ്ഞ് കാണിക്കാതെ തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് അത് കാണിക്കില്ല. അത് എന്തിൻ്റെ ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളത് ചെക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ചില കേസിൽ നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് റെഡിയായി പോകാറുണ്ട്. അപ്പോൾ ഈ മോഡൽ വണ്ടികളിൽ ആക്റ്റീവ B6 മോഡൽ ആക്റ്റീവയും അതേപോലെ തന്നെ DO B6 മോഡൽ വണ്ടിയിലും കോമണായിട്ട് കാണുന്നൊരു കംപ്ലയിൻറ്റ് HT കോയിലിൻ്റെയാണ്. അപ്പോൾ HT കോയിൽ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് മാറ്റിയേക്കുന്നത് കേട്ടോ. അതായത് ഈ വണ്ടിക്ക് ആ കംപ്ലയിൻറ്റ് ആണെന്നുള്ളത് കൊണ്ടല്ല, കോമണായിട്ട് ആ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ മാറ്റിയെന്നുള്ളൂ. 99% അത് റെഡി ആവേണ്ടതാണ്. 100% നമ്മൾ പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല, നമുക്കത് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണതിൻ്റെ കേസ് കേട്ടോ. പിന്നെ 29,498 കിലോമീറ്റർ, അതായത് 29,500ഓളം ആയിട്ടുണ്ട് മൊത്തത്തിൽ കിലോമീറ്റർ. 30,000 കിലോമീറ്ററിൽ എന്തായാലും ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ നമ്മൾ മാറ്റണം. അത് മാറ്റേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കേസാണ് നമ്മൾ മെയിനായിട്ട് ഇതിന് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഞാൻ അതിന് ശേഷം കുറച്ചുകൂടി നമ്മൾ ഓടിച്ച് നോക്കാം. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഓടിയേക്കണ കിലോമീറ്ററിന് 29,498 കിലോമീറ്ററാണ്. നമുക്ക് കുറച്ച് ഏകദേശം ഒരു 10-12 കിലോമീറ്ററൊക്കെ നമുക്ക് ഓടിച്ച് നോക്കാം. ഒരു 8-10 കിലോമീറ്ററിൽ ഓടിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയാം. ചില കംപ്ലയിൻറ്റുകൾ അങ്ങനെയാണ്, നല്ല രീതിയിൽ ഓടി ചൂടായി കഴിയുമ്പോഴൊക്കെ ആയിരിക്കും കംപ്ലയിൻറ്റ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ഓടിച്ചും കൂടി നോക്കിയേക്കാം. അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം എന്തായാലും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി ടെസ്റ്റ് ഡ്രൈവ് കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.